യേശു ക്രിസ്തുവിന്റെ അധികാര നാമത്തിൽ കൽപ്പിക്കുന്നു, ഈ മകളെ ബന്ധിച്ചിരിക്കുന്ന ദുരാത്മാവ് വിട്ടുമാറട്ടെ. ലൂക്കാ 10:19, എഫേസോസ് 6:12 വചനത്താൽ ബന്ധിക്കുന്നു, വിട്ടൊഴിയട്ടെ. മർക്കോസ് 3:27 വചനത്താൽ രോഗത്തിന്റെ ആത്മാവിനെ ബന്ധിക്കുന്നു. The name of Jesus, the name of Jesus, the name of Jesus. I cast out demon, the name of Jesus. യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു, 22 വർഷമായി ഇവളെ ബന്ധിച്ചിരിക്കുന്ന ദുരാത്മാവ് ഇവളെ വിട്ടൊഴിയട്ടെ, ഇവളെ വിട്ടൊഴിയട്ടെ. In the name of Jesus, in the name of Jesus, in the name of Jesus. തിരിയട്ടെ, നന്നായിട്ട് തിരിയട്ടെ. ഒന്ന് കുത്തിയിരുന്ന നീറ്റ് എണീക്കട്ടെ, ഇരുന്നേ എണീക്കട്ടെ. ഹല്ലേലൂയ. ഇപ്പൊ ശരീരത്തിൽ വേദന ഉണ്ടോ? ഇല്ല. ശരിക്കും പറഞ്ഞാൽ 22 വർഷമായി എൻ്റെ വേദന തുടങ്ങിയിട്ട്. ഡോക്ടേഴ്സിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ ഓരോരുത്തരും ഓരോ പേര് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. സന്ധിവാദം, രക്തവാദം, ആമവാദം, സീറോ നെഗറ്റീവ് റൊമറ്റോയിഡ് ആർത്രൈറ്റിസ്, പിന്നെ അതുപോലെ തന്നെ ഹൈപ്പർ മൊബിലിറ്റി ജോയിൻറ്റ് സിൻഡ്രോം, ഇങ്ങനെ കുറേ തരത്തിലുള്ള പേരുകൾ മാറി മാറി പറയുന്നു. പക്ഷേ ആർക്കും കൃത്യമായിട്ട് ഒന്നും പറയാൻ പറ്റുന്നില്ല. ഏത് ബ്ലഡ് ടെസ്റ്റ്, എന്ത് ടെസ്റ്റ് ചെയ്താലും അതെല്ലാം ഓക്കെയാണ്, 100% ഓക്കെയാണ്. പക്ഷെ അത്രയും സിവിയർ പെയിനിലൂടെയാണ് ഞാൻ ഓരോ ദിവസവും കടന്നു പോയിക്കൊണ്ടിരുന്നത്. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ടായിരുന്നു ആർക്കും മനസ്സിലാവുന്നില്ല, വല്ലാത്ത ഒറ്റപ്പെടൽ എല്ലാം ഞാൻ അനുഭവിച്ചതാണ്. ഇവിടെ വന്നിട്ട് ഇവിടെ ട്രെയിനിലേക്ക് ഇങ്ങോട്ട് വരുമ്പോൾ കിടന്നുകൊണ്ടാണ് ഞാൻ വന്നത്. ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഇരുന്ന് ധ്യാനം കൂടാനായിട്ട് സാധിച്ചിരുന്നില്ല. അവിടെ കിടന്നുകൊണ്ടാണ്, ആ കട്ടിലിൽ കിടന്നുകൊണ്ടാണ് ഞാൻ ധ്യാനം അറ്റൻഡ് ചെയ്തിരുന്നത്. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ബ്രദർ എന്നെ സ്റ്റേജിലേക്ക് വിളിപ്പിച്ചത്. ഇവിടെ വെച്ച് ശക്തമായ ബന്ധന പ്രാർത്ഥനയിലൂടെ തിന്മയുടെ അരൂപിയെ പൂർണ്ണമായി ബന്ധിച്ച് ഞാൻ പൂർണ്ണ സൗഖ്യം നേടി. കൊല്ലത്തുനിന്ന് വരിക അല്ലേ? എത്ര കാലമായി കോളർ ഇങ്ങനെ വെക്കുന്നു? 5 വർഷമായി. എന്താണ് കഴുത്തിന്? പെടലി വളഞ്ഞു പോകും. പെടലി വളഞ്ഞു പോകും, ഇങ്ങനെ കിടന്ന് പെടലി കിടന്നിങ്ങനെ അടിക്കും. അതായത് ചേച്ചിക്ക് കഴുത്തിന് ബലമില്ല, കഴുത്തിങ്ങനെ പോകുന്നതാണ് ഈ കോളർ എടുത്തു കഴിഞ്ഞാൽ സംഭവിക്കുന്ന ഒരവസ്ഥയാണ് പറയുന്നത്. 5 വർഷമായി പ്രയാസം അല്ലേ? നമുക്കൊന്ന് പ്രാർത്ഥിച്ചാലോ? ഹല്ലേലൂയ. യേശുവിന്റെ അധികാരനാമത്തിൽ കൽപ്പിക്കുന്നു, രോഗത്താൽ ഇവളെ ബന്ധിച്ചിരിക്കുന്ന പൈശാചിക ദുരാത്മാവ് വിട്ടൊഴിയട്ടെ. യേശുവിന്റെ നാമത്തില് കഴുത്തല്ലുകൾ യഥാസ്ഥാനത്താവട്ടെ, നട്ടല്ല യഥാസ്ഥാനപ്പെടട്ടെ. അകന്നുപോയ കഴുത്തല്ലുകൾ ബലം പ്രാപിക്കട്ടെ, തലയുടെ വിറയിൽ നിൽക്കട്ടെ, കഴുത്ത് ബലം പ്രാപിക്കട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ദൈവശക്തി കടന്നു പോവട്ടെ, കർത്താവിന്റെ ശക്തി കടന്നു പോവട്ടെ. ഹല്ലേലൂയ. കർത്താവിന്റെ ശക്തി കടന്നു പോവട്ടെ. ദ നെയിം ഓഫ് ജീസസ്, ദ നെയിം ഓഫ് ജീസസ്. യേശുവിന്റെ നാമത്തിൽ പരിപൂർണ്ണ സൗഖ്യം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവിന്റെ വലിയ ശക്തി ഈ മകളിലൂടെ വ്യാപരിക്കുകയാണ്. നമ്മൾ കേട്ടു, കഴുത്തിന് തലനേരെ നിൽക്കത്തില്ല, വിറയിലാണ്. 5 വർഷമായിട്ട് കോളറിട്ടിരിക്കുന്നു. ഈ മകള് ഇവിടെ ഇപ്പോൾ പ്രാർത്ഥിച്ചപ്പോൾ ഇവിടെ അഭിഷേകത്തിൽ വീണതാണ്. ഇത് അനോയിന്റിംഗ് ആണ്, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കടന്നു പോവുകയാണ്. അഭിഷേകത്തിൽ വീണ് ഇവിടെ കിടക്കുകയാണ്. ചിലപ്പോൾ കുറേ സമയം കിടക്കും, എഴുന്നേറ്റ് വരുമ്പോൾ പൂർണ്ണ സൗഖ്യമായിരിക്കും. ഒന്ന് പിടിച്ചു. എണീറ്റോ? ധൈര്യമായിട്ട് ഞാൻ കോളർ എടുത്തോ. കഴുത്ത് തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചോ. ഹല്ലേലൂയ.
മുന്നോട്ട് വെച്ച്, കഴുത്ത് മുന്നോട്ട് വെച്ച്, പുറകോട്ട് വെച്ച്, പുറകോട്ട് വെച്ച്, വട്ടം തിരിച്ച് അങ്ങോട്ട് ഇങ്ങോട്ട് തിരിച്ച്. കഴുത്ത് നേരെയാണോ? കഴുത്ത് നേരെയാണിപ്പോൾ. കഴുത്ത് ചരിഞ്ഞു പോകുന്നുണ്ടോ? ഇല്ല. കഴുത്ത് ബലമായോ? വേദനയുണ്ടോ? വേദനയില്ല. 5 വർഷമായിട്ട് ഉപയോഗിക്കുന്ന കോളറായി സഹോദരി. കോളർ എടുത്തു കഴിഞ്ഞാൽ കഴുത്തു നേരെ നിൽക്കത്തില്ലെന്നായി മകള് പറഞ്ഞത്. ഹല്ലേലൂയ. ദൈവത്തിന്റെ ശക്തി മകളിലേക്ക് ഒഴുകിയതാ. യേശു ഇന്നും ജീവിക്കുന്നു. അവന്റെ ശക്തിക്ക് ഒരു കുറവും സംഭവിച്ചിട്ടില്ല. ഹല്ലേലൂയ. ചേച്ചി സന്തോഷമായോ? ഇവിടെ പ്രാർത്ഥിച്ചപ്പോൾ എന്താ സംഭവിച്ചെന്ന് പറയാമോ? അന്നേരം എൻ്റെ ദേഹത്ത് 2 വെള്ളം വീഴുന്നത് പോലെ ഇങ്ങനെ തോന്നുന്നു. പവർ വന്നിട്ട് പറയുന്നത് കേട്ടോ ഈ സഹോദരി, വലിയൊരു ശക്തി കടന്നു പോയി. അത് തടഞ്ഞു നിർത്താൻ പറ്റിയില്ല. അഭിഷേകത്തില് നിലംപതിച്ചു. ഹല്ലേലൂയ. കഴുത്തൊക്കെ ഒന്ന് തിരിച്ചു കാണിച്ചേ. എല്ലാം മിടിക്കുകയല്ലോ. ഒന്ന് ചിരിച്ചു കാണിച്ചേ സന്തോഷമായിട്ട്. അങ്ങനെ വലിയ വിശ്വാസത്തിൽ സന്തോഷത്തിലാണ്. ചേച്ചിയുടെ പേരെന്താ? ഉണ്ടോ? ഓരോ സൗഖ്യവും കർത്താവിന്റെ സ്നേഹമാണ്, കരുണയാണ്. റീനയോട് കാണിച്ച ഈ വലിയ ദൈവസ്നേഹത്തെ നമുക്ക് നന്ദി പറയാം. ഇനി ധൈര്യമായിട്ട് പൊക്കും. ഇനി ഇതിന്റെ ആവശ്യമില്ല. മോന്റെ പേരെന്താ? ക്രിസ്. ക്രിസ് എന്തെടുക്കുന്നു? ബിസിനസ് ആണ്. എവിടെയാണ്? ചങ്ങനാശ്ശേരി ബിസിനസ് ചെയ്യുന്നു. ഓക്കെ. വീട്ടിലാരൊക്കെ ഉണ്ട്? അച്ഛൻ, അമ്മ, പെങ്ങൾ. ഞാൻ നിന്നെ ഇങ്ങോട്ട് വിളിച്ചത്, കർത്താവ് നിന്റെ മേൽ വലിയൊരു അഭിഷേകം ഈ സമയത്ത് പകരുന്നുണ്ടായിരുന്നു. ഒന്ന് മുട്ടി നിൽക്കാമോ? ഹല്ലേലൂയ. മോൻ്റെ മേൽ വലിയൊരു അഭിഷേകം പകരാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാ. അഭിഷേകം സ്വീകരിക്കാമോ? സ്വീകരിക്കാം. ഹൃദയത്തിൽ ആഗ്രഹിച്ച് പരിശുദ്ധാത്മാവേ എനിക്ക് ശക്തമായ അഭിഷേകം തരണമേ. സ്തുതിച്ചു. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ. അനോയിന്റിംഗ്, mighty anointing in the name of Jesus. ദൈവശക്തി കടന്നു പോവട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. അഭിഷേകത്തിൻ്റെ ശക്തി മകനിൽ വ്യാപരിക്കട്ടെ. in the name of Jesus. in the name of Jesus. അഭിഷേകം വ്യാപരിക്കട്ടെ. ഈ മകനെ കർത്താവെ പുതിയൊരു സൃഷ്ടിയാക്കി മാറ്റണമേ. ഈ മകനെ പരിശുദ്ധാത്മാവെ രൂപാന്തരപ്പെടുത്തണമേ. ദൈവശക്തിയുടെ വലിയ ഒരു നിറവ് ലഭിക്കട്ടെ. ഇമാൻ കുടുംബത്തിൽ, മൻ്റെ ദേശത്ത് ശക്തനായ ക്രിസ്തു സാക്ഷിയായിട്ട് മാറട്ടെ. ഹല്ലേലൂയ. അനുഗ്രഹിക്കുന്നു. അഭിഷേകത്തിൻ്റെ തീ മകൻ്റെ മേൽ ഇറങ്ങട്ടെ. ജീസസ്. താങ്ക് യു ലോർഡ്. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ സ്തുതി. ഹല്ലേലൂയ. യേശു ആരാധന, ആരാധന. ക്രിസ് അല്ലേ? ക്രിസ് മോന് ഇപ്പോൾ പ്രാർത്ഥിച്ചപ്പോൾ എന്താ ഉണ്ടായ അനുഭവം എന്ന് പറയാമോ? തലയിൽ നല്ലൊരു വെയിറ്റ്, പിന്നെ മേളിലൊരു വൈറ്റ് കളറ്, ഒരു ലൈറ്റ് അടിക്കുന്ന പോലെ തോന്നി. തലയിൽ ഒരു ലൈറ്റ് അടിക്കുന്ന പോലെ തോന്നി. തൊട്ട് പ്രാർത്ഥിച്ചപ്പോൾ അനോയിന്റിങ്ങിൽ വീണു. ഇപ്പോൾ ബോഡിക്ക് എന്താ ഫീൽ ചെയ്ത്? ലൈറ്റ് വെയിറ്റ് ആയി, പെട്ടെന്ന് കൺട്രോൾ ഇല്ലാതായിരുന്നു. കൺട്രോൾ നഷ്ടപ്പെട്ടു. ബോഡിയുടെ വെയിറ്റ് കംപ്ലീറ്റ് നഷ്ടപ്പെട്ടു. ഇതൊരു പരിശുദ്ധാത്മാവിൻ്റെ വലിയ ഒരു പ്രവൃത്തിയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എനിക്കൊന്ന് ഒരു 5-6 മിനിറ്റ് അല്ലേ, ഒരു 5-6 മിനിറ്റ് ഇവിടെ കിടക്കുകയായിരുന്നു. നിങ്ങൾ കണ്ടതാണ്. അവൾ പരിശുദ്ധാത്മാവ് ശക്തമായൊരു അനോയിന്റിങ് തരുന്നു. ക്രിസ് അല്ലേ?